ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ കാസ്റ്റിംഗ് കോൾ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയിലെ നായകൻ ആരെയെന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് എംസിൽ ഒരാളാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റൂമർ. അങ്ങനെയെങ്കിൽ അത് മമ്മൂട്ടിയാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. MTയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി നായകനെ എത്തുന്ന ഒരു ചരിത്ര സിനിമയുടെ റൂമർ ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് ഈ സിനിമയാക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ പഴശ്ശിരാജയ്ക്ക് ശേഷം ഹരിഹരൻ മമ്മൂട്ടി കോംബോ ഒരുമിക്കുന്ന, ഒപ്പം മാമകത്തിന് ശേഷം കാവ്യ ഫിലിംസും ഒപ്പം തന്നെ മമ്മൂട്ടിയും ഒരുമിക്കുന്ന സിനിമയായിട്ട് ഈ ഒരു ചിത്രം മാറിയേക്കും. കാത്തിരിക്കൂ, സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്. തമിഴിൽ നിന്നും ഇന്നൊരു സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. റോമിയോ എന്നാണ് സിനിമയുടെ പേര്. വിജയ് ആന്റണി നായകനെത്തുന്ന സിനിമ അടുത്ത മാസം തിയേറ്ററുകളിലേക്ക് എത്തും. ഇന്നലെ ജയം രവി നായകനെത്തുന്ന ജീനി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരുന്നല്ലോ. ഇന്നിപ്പോഴത്തെ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ജയം രവിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമ കൂടിയാണ് ജയം രവി നായകനെത്തുന്ന ജീനി. ചിത്രത്തിൽ കൃതി ഷെട്ടി, കല്യാണി പ്രിയദർശൻ, വാമിക ഗബ്ബി, ദേവയാനി തുടങ്ങിയവർ ജയം രവിയോടൊപ്പം പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രം ഒരു ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനെത്തുന്ന പുഷ്പ ദി റൂൾ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുകയാണ്. പുഷ്പയുടെ രണ്ടാം ഭാഗം ഈ വർഷം ഓഗസ്റ്റ് 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ ടീസർ ഇവരുന്ന ഏപ്രിൽ 8-ാം തീയതി റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലു അർജുന്റെ ജന്മദിനം പ്രമാണിച്ചാണ് സിനിമയുടെ ടീസർ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. കാത്തിരിക്കാം ആ ടീസർ കാണുവാനായിട്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പുഷ്പ രണ്ടാം ഭാഗത്തിന് ശേഷം സുകുമാർ അടുത്തതായിട്ട് സംവിധാനം ചെയ്യുക രാം ചരൺ നായകനെത്തുന്ന സിനിമയാണ്. രംഗസ്ഥലം എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം രാം ചരണും സുകുമാറും ഒരുമിക്കുന്ന സിനിമ എന്നൊരു പ്രത്യേകത RC-17 എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമയ്ക്കുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് പിന്നാലെ ആരംഭിക്കും. ഈ കോംബോയിലുള്ള സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ലൂസിഫർ, ബ്രോ ഡാഡി, എമ്പുരാൻ എന്നീ സിനിമകൾക്ക് ശേഷം പൃഥ്വിരാജ് അടുത്തതായിട്ട് സംവിധാനം ചെയ്യുക ടൈസൺ ആകും എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടെങ്കിൽ ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെയും മുരളി ഗോപിയുടെയും ഡ്രീം പ്രോജക്റ്റ് ആയിരിക്കും ഒരു പക്ഷേ എമ്പുരാന് ശേഷം ആരംഭിക്കുക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. പലതവണ ഇപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാം എന്നൊരു ആലോചിച്ച പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്യാനായിട്ട് തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് പൃഥ്വിരാജ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തു വരുന്ന റൂമറുകൾ പ്രകാരം അതൊരു ബിഗ് ബഡ്ജറ്റ് ഹിസ്റ്റോറിക്കൽ സിനിമയായിരിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കാം, സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ലാലേട്ടന്റെ അടുത്തൊരു കോംബോ സിനിമയുടെ ഒരു റൂമർ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അത് ലാലേട്ടിന് നായകനാക്കി മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ റൂമറാണ്. ഷാർലി നായാട്ട് ഉൾപ്പെടെയുള്ള സിനിമകളുടെ സംവിധായകനും ഒപ്പം തന്നെ ഇരട്ട ഉൾപ്പെടെ നിരവധി സിനിമകളുടെ നിർമ്മാതാവ് കൂടിയായ മാർട്ടിൻ ലാലേട്ടിനെ കണ്ടൊരു കഥ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റൂമർ. എന്തായാലും ലാലേട്ടിന് കഥ ഇഷ്ടമായോ, ഈ ഒരു സിനിമ ഓണാണോ, പ്രൊജക്റ്റ് ഓണാണോ എന്നൊക്കെ ഭാവിയിൽ കണ്ടറിയാം. കാത്തിരിക്കൂ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്.